നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരത്തിലെ പാർക്കിംഗ്, ഗതാഗതം, ബസ് സ്റ്റോപ്പ് സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ കാസർഗോഡ് നഗരസഭ. 8 ഇടങ്ങളിൽ പുതിയ ബസ് ബേ. ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന് ശനിയാഴ്ച 5 ആണ്ട്. അനുസ്മരണ ദിനത്തിൽ കല്യോട്ട് വിപുലമായ പരിപാടികൾ നടക്കും. പടന്നക്കാട് നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. തോരണങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. തായിലങ്ങാടിയിൽ റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിച്ചു. നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകി. സംസ്ഥാന തലത്തിൽ 2022-23 വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. കാസർഗോഡിന് കൈനിറയെ നേട്ടം. കാസർഗോഡ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ ശനിയാഴ്ച നടക്കുമെന്ന് കമ്മീഷൻ അംഗം P. റോസ. മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. നഗരത്തിലെ പാർക്കിംഗ്, ഗതാഗതം, ബസ് സ്റ്റോപ്പ് സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ കാസർഗോഡ് നഗരസഭ. നഗരത്തിൽ 8 ഇടങ്ങളിൽ പുതിയ ബസ് ബേ ഏർപ്പെടുത്തും. MG റോഡിലേതടക്കം ഇന്റർലോക്ക് ചെയ്ത് നടപ്പാതയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യും. ശനിയാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളുണ്ടാകും. കാസർഗോഡ് നഗരത്തിൽ നടപ്പാതയിലും റോഡിലും ഉണ്ടാവുന്ന ദുരിതവും കുരുക്കും ഒഴിവാക്കുവാൻ നഗരസഭ പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. നഗരത്തിലെ പാർക്കിംഗ്, ഗതാഗതം, ബസ് സ്റ്റോപ്പ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതാണ് പദ്ധതി. വൈകിട്ട് 7 മുതൽ അനുഭവപ്പെടുന്ന കടുത്ത ബ്ലോക്ക് വ്യാപാര മേഖലയെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്നു. ഇതിന് എല്ലാവർക്കും സ്വീകാര്യമായ പരിഹാരമാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ അബ്ബാസ് ബീഗം വ്യക്തമാക്കി. KPR റാവു റോഡിലാണ് കടുത്ത ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത്. റോഡിലും നടപ്പാതയിലുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതവും അപകടവും ഉണ്ടാക്കുന്നുണ്ട്. താലൂക്ക് ഓഫീസ് ജംഗ്ഷനിൽ ട്രാഫിക് സർക്കിളിൽ വൈകിട്ട് 7 മുതൽ സിഗ്നൽ കട്ട് ചെയ്യുന്നതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ, തായിലങ്ങാടി, പള്ളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഈ സിഗ്നൽ സർക്കിളിൽ നിന്ന് നേരെ മുകളിൽ കയറി MG റോഡിൽ തന്നെ പ്രവേശിക്കുന്നു. ഇത് കടുത്ത ഗതാഗത കുരുക്കിനും അപകടത്തിനും സാധ്യതയുണ്ടാക്കുന്നു. നഗരത്തിൽ നിലവിലുള്ള നടപ്പാത, റോഡ് ഗതാഗത സൗകര്യങ്ങൾ മികച്ച പാർക്കിംഗ് സംവിധാനങ്ങളോടെ പരിഷ്കരിച്ചാൽ കുരുക്ക് തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MG റോഡിൽ ഇരുഭാഗത്തും മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. ശനിയാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. നഗരത്തിൽ ഇപ്പോൾ അനധികൃത പാർക്കിംഗ് എന്ന പേരിൽ വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് പിഴ ഈടാക്കുന്നത് കടുത്ത ദുരിതമുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, പല യാത്രക്കാർക്കും നഗരത്തിൽ വ്യാപാരം, ആശുപത്രി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് സ്വന്തം വാഹനം എടുത്തു വരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന് ശനിയാഴ്ച 5 ആണ്ട്. കൊലപാതകം നടന്ന് 5 വർഷമാകുമ്പോൾ കേസിൽ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അനുസ്മരണ ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കല്യോട്ട് വിപുലമായ പരിപാടികൾ നടക്കും. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ശനിയാഴ്ചത്തേക്ക് 5 വർഷം തികയുന്നു. 2019 ഫെബ്രുവരി 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയുമാണ് കേസ് അന്വേഷിച്ചത്. 1 വർഷത്തിലധികമായി എറണാകുളം CBI കോടതിയിൽ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. 327 സാക്ഷികളിൽ 150 പേരെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു. CPM നേതാക്കൾ ഉൾപ്പെടെ 24 പേരാണ് കേസിൽ പ്രതികൾ. ഇതിൽ 14 പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ 11 പേർ വിയ്യൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ CBI ചേർത്ത 10 പേരിൽ 5 പേർ കാക്കനാട് ജയിലിലുമാണുള്ളത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 6-ാം പ്രതി ശ്രീരാഗ്, 10-ാം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് 1 ദിവസം പരോൾ ലഭിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സ്മൃതി ജ്യോതി പ്രയാണത്തോടെയാണ് ശനിയാഴ്ച കൃപേഷ്, ശരത്ലാൽ അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. കല്യോട്ടെ സ്മൃതി കുടീരത്തിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. തോരണങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് SFI, KSU, MSF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇത് കൂട്ടയടിയിൽ കലാശിക്കുകയുമായിരുന്നു.
പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം കൂട്ടാടിയിൽ കലാശിച്ചു. തോരണങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് SFI, KSU, MSF പ്രവർത്തകർ തമ്മിലുള്ള കൂട്ടാടിക്ക് കാരണമായത്. കോളേജിൽ MSF യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ തോരണങ്ങൾ SFI പ്രവർത്തകർ നശിപ്പിച്ചു എന്നാരോപിച്ചാണ് സംഘർഷമുണ്ടായത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം നടന്നു. ഇതിനിടെ സംഭവം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച പെൺകുട്ടിക്ക് നേരെയും അക്രമമുണ്ടായി. ഇതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും കൂട്ടടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. സംഭവത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് കോളേജിന് അവധിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തായിലങ്ങാടിയിൽ റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നം നേരിട്ട് കണ്ടറിയുന്നതിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിച്ചു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘം MPക്ക് നിവേദനം നൽകി. റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് മൂലം തായിലങ്ങാടി പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം. പാളത്തിന് ഇരുഭാഗങ്ങളിലുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രദേശങ്ങളിൽ പോകുവാനാകാതെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. നേരത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട ഇവിടെ വഴി കൂടി അടച്ചതാണ് ദുരിതം വർദ്ധിക്കുവാനിടയാക്കിയത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നം നേരിട്ട് കണ്ടറിയുന്നതിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിച്ചു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സ്ഥലത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘം MPക്ക് നിവേദനം നൽകി. നൂറുകണക്കിന് വീടുകളും ക്ഷേത്രങ്ങളും പള്ളികളും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 1907 റെയിൽപാളം നിർമ്മിച്ചപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഗേറ്റ് ഉണ്ടായിരുന്നു. റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതിനു ശേഷവും ഈ പ്രദേശത്ത് വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ ഗേറ്റുകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഗേറ്റ് പൂർണ്ണമായും അടച്ചത്. വെങ്കിട്ടരമണ ക്ഷേത്രത്തിലേക്കും കിളർ ജുമാ മസ്ജിദിലേക്കും പ്രാർത്ഥനയ്ക്ക് പോകുവാനും സ്കൂൾ, മദ്രസ, ആശുപത്രി എന്നിവിടങ്ങളിലേക്കും ടൗണിലേക്കും സഞ്ചരിക്കുവാനും മരണപ്പെട്ടവരെ ശ്മശാനങ്ങളിലേക്കും ഖബർസ്ഥാനിലേക്കും കൊണ്ടുപോകുവാനും ഉപയോഗിച്ചിരുന്ന വഴി കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അടച്ചു. ഇത് കാരണം യാത്രക്കാരും മറ്റും വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ നടന്നു പോകുവാനുള്ള വഴി അനുവദിച്ചു നൽകുവാൻ വേണ്ടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തണമെന്ന് നിവേദനത്തിലൂടെ സംഘം MPയോട് ആവശ്യപ്പെട്ടു. ഏകദേശം 500ഓളം വർഷം പഴക്കമുള്ള ഒരു വരിയാണ്, നടന്നു പോകുന്ന ഒരു വരിയാണ് ഇവിടെ അടിച്ചു പൂട്ടപ്പെട്ടത്. നേരത്തെ കസ്റ്റംസ് ഓഫീസ്, DUSP, CI തുടങ്ങിയവരുടെ ഓഫീസൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആ ഭാഗം. അവിടത്തേക്ക് നിരവധി പേര് പോകുന്ന ഒരു വരിയാണ് ഇന്ന് അടിച്ചുപൂട്ടത് മൂലം 5 നേരം പള്ളിയിലേക്കും മറ്റും അതേപോലെ തന്നെ സ്കൂളിൽ, മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും രോഗികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം ഇതിലെ കൂടിയിട്ട് വാഹനം പോകാനല്ല, ഒരു ആൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി സംവിധാനം ഉണ്ടാക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാലാകാലങ്ങളായിട്ടുള്ള സഞ്ചാര സൗകര്യമായിരുന്നു അത്. ആദ്യകാലങ്ങളിൽ വണ്ടികൾ പോയിക്കൊണ്ടുണ്ടായിരുന്ന വഴിയായിരുന്നു.
ഇപ്പോൾ പിന്നീട് അത് കാൽനടക്കുള്ളതായിട്ട് മാറി. ഇപ്പോൾ ആ കാൽനടക്കുള്ള അവസരം കൂടി നിഷേധിച്ചിരിക്കുകയാണ് റെയിൽവേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു ബദൽ സംവിധാനം കണ്ടെത്തി സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന്. അത് ഫുൾ ബന്ധാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്. നമുക്ക് പോകാനോ വരാനോ ഒന്നും ഒരു വഴിയില്ലാത്തൊരു മാതിരി അതിനെ മുറിച്ച് വെച്ച് കട്ടാക്കി വെച്ച് നമ്മളെ വേസന്മാർ പോയി വരുന്ന സ്ഥലമാണ്. എത്രയോ കുട്ടികൾ സ്കൂളിലും കോളേജിലും എല്ലാം പോകുന്ന സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ഒരു എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണം. വിഷയം റെയിൽവേ അധികൃതരുടെയും റെയിൽവേ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഘത്തെ അറിയിച്ചു. ഈ നാട്ടിലെ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളും ആബാലവൃദ്ധം ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, അവരെ ഇന്ന് സങ്കടത്തിലാണ്. കാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒന്ന് റോഡ് മുറിച്ച് അപ്പുറത്ത് കടന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഒരാളിന് പോകത്തക്ക രീതിയിലുള്ള വഴി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഇന്നു മുതൽ സതേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലും അതുപോലെ തന്നെ ചെന്നൈയിലും വേണ്ടി വന്നാൽ ഇതിനുവേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ചെന്നൈയിൽ, അത് കഴിഞ്ഞിട്ട് അതിലും നടക്കുന്നില്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉണർത്താൻ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 22-ാം തീയതി പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ MPമാരുടെ മീറ്റിംഗ്, അതായത് സതേൺ റെയിൽവേയുടെ ചെന്നൈ റീജിയണൽ മാനേജർ അടക്കം പാലക്കാട് ഡിവിഷനിലെ മുഴുവൻ ആളുകളും, ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ, ജനപ്രതിനിധികൾ മുഴുവൻ, പാർലമെൻറ്റ് അംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ ഇഷ്യൂ ഞാൻ ശക്തമായി ഉന്നയിച്ചിട്ട് ഇതിന് ന്യായമായൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി, സക്കരിയ എന്നിവരും AM കടവത്ത്, വിശ്വനാഥ മല്യ, സലാം കുന്നിൽ, അഷ്റഫ് എടനീർ, KM ഹാരിസ്, അജീർ, ഗഫൂർ മാളിക, നിയാസ് സോല, ജാഫർ ഫോർട്ട് റോഡ്, സെമീന മുജീബ്, മനാഫ് നുള്ളിപ്പാടി, BM അബ്ദുൽ റഹ്മാൻ എന്നിവരും ഉൾപ്പെടുന്ന സംഘമാണ് MPക്ക് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന തലത്തിൽ 2022-23 വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കാസർഗോഡിന് കൈനിറയെ നേട്ടം. സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരത്തിനാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പാണ്. ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി ചെറുവത്തൂർ മാറി. മഹാത്മാ പുരസ്കാരം മടിക്കൈ പഞ്ചായത്തിനാണ്. അതോടൊപ്പം ക്ഷീരരംഗത്തെ പുരസ്കാര തിളക്കത്തിൽ കൂടിയാണ് ജില്ല. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന തലത്തിൽ സ്വരാജ് ട്രോഫി നേടി. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടിയതിലൂടെ സ്വരാജ് ട്രോഫിക്കൊപ്പം 50 ലക്ഷം രൂപയും ലഭിക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് 2 ബ്ലോക്കുകൾക്കൊപ്പം 1ാം സ്ഥാനം പങ്കിടുന്നതിനാൽ 40 ലക്ഷം രൂപ വീതിച്ച് നൽകുകയാണ് ചെയ്യുക. വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളിലെ മികവ്, പൊതുഭരണം, സംരംഭക പ്രവർത്തന മികവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവർത്തനങ്ങൾ, ദരിദ്രരഹിതവും ഉയർന്ന ഉപജീവനമാർഗം തുറന്ന ഗ്രാമം, ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ, മുഴുവൻ വീടുകളിലും സോക്കേജ് പിറ്റ് നടപ്പിലാക്കിയതുൾപ്പെടെ പരിഗണിച്ചാണ് സംസ്ഥാനത്ത് 1ാമതായി വലിയ പറമ്പിനെ തെരഞ്ഞെടുത്തത്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ പരിശോധനയും മൂല്യനിർണയവും കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നടന്നിരുന്നു. 300 ചോദ്യങ്ങളുള്ള ചോദ്യാവലിയെ അടിസ്ഥാനമാക്കിയാണ് സ്വരാജ് ട്രോഫിക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത്. നികുതി പിരിവ് സംസ്ഥാനത്ത് തന്നെ ആദ്യം 100% പൂർത്തീകരിച്ചതിനും ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിനുമുള്ള ഫീസ് 100% പൂർത്തീകരിച്ചതിനും അംഗീകാരം നേടിയിരുന്നു. സംസ്ഥാന തലത്തിൽ നേടിയ ഈ അംഗീകാരം തീരദേശ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. 44 വർഷത്തിനിപ്പുറം ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ഞങ്ങളെ തേടി എത്തിയത്. ഇത്തവണ ഈ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാ രീതിയും ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടുൾപ്പെടെ വികസനപരമായിട്ട് മൈനസ് ഫണ്ടുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ പോലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായി ആരോഗ്യ മേഖലയിൽ, ശുചിത്വ മേഖലയിൽ, അങ്ങനെ എല്ലാ മേഖലക്കകത്തും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലയിൽ സ്വരാജ് ട്രോഫി വലിയ പറമ്പ് നേടിയിരുന്നു. ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി ചെറുവത്തൂർ മാറിയതും മഹാത്മാ പുരസ്കാരം മടിക്കൈ പഞ്ചായത്തിന് ലഭിച്ചതും കാസർഗോഡിന് അഭിമാന നേട്ടമായി. അതോടൊപ്പം ക്ഷീരരംഗത്തെ പുരസ്കാര തിളക്കത്തിൽ കൂടിയാണ് ജില്ല.
ഉറുമീസ് തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കായി നടത്തുന്ന സെമിനാർ ശനിയാഴ്ച കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ജില്ലാ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ. ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സെമിനാർ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് അധ്യക്ഷത വഹിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സെമിനാറിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ സർക്കാർ ഇതര ഏജൻസികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതികളെ സംബന്ധിച്ചും അവബോധം നൽകുമെന്ന് പി റോസ അറിയിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും. തുടർന്ന് ഓപ്പൺ ഫോറം നടക്കും. ന്യൂനപക്ഷ സംഘടനകളും മതപുരോഹിതന്മാരും വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ അറിയിക്കും. സംസ്ഥാന തലത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള 8ാമത്തെ സെമിനാറാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നതെന്നും എല്ലാ ജില്ലയിലും 3 സിറ്റിംഗ് നടത്തിയ ശേഷമാണ് സെമിനാർ നടത്തുന്നതെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് 1 ലക്ഷം പേർക്ക് എങ്കിലും തൊഴിൽ കൊടുക്കുന്ന തരത്തിൽ അവരുമായി ഒരു എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സെമിനാറിൽ നോളജ് മിഷൻ്റെ ആളുകൾ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും എങ്ങനെയാണ് നമ്മൾ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർ തൊഴിൽദാതാക്കളും തൊഴിലന്വേഷകരും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുക എന്നതാണ് ഒരു ഉദ്ദേശം. മറ്റൊന്ന്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും നൈപുണ്യമില്ലാത്തതിൻ്റെ ഭാഗമായി തൊഴിൽ രംഗത്തുനിന്ന് നിഷ്കാസിതരാകുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അപ്പോൾ നൈപുണ്യം കൂടി നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. ജില്ലാതല സെമിനാർ സംഘാടക സമിതി ഭാരവാഹികളായ നാസർ ചെർക്കളം, TM മുഹമ്മദ് ഷെരീഫ്, CMA ചേരൂർ, സിദ്ദീഖ് നദ്വി ചേരൂർ, കോർഡിനേറ്റർ ഡോക്ടർ KP ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ 4 പരാതികൾ പരിഗണിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ 4 പരാതികൾ പരിഗണിച്ചു. അതിൽ 2 പുതിയ പരാതികളാണ്. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത്. ഭൂമി സംബന്ധമായത്, ബാങ്ക്, വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരാതികൾ. കമ്പാറിലെ KP മുഹമ്മദ്, KM ഹമീദ് എന്നിവരുടെ ഭൂമി സംബന്ധമായ പരാതിയിൽ തഹസിൽദാരോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി. കുന്തിക്കാനത്തെ TA മാത്യുവിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടും നിലവിൽ വീട് വെക്കാൻ സ്ഥലമില്ലാത്തത് സംബന്ധിച്ച പരാതിയിൽ പരിശോധിച്ച് പ്രഥമ പരിഗണന നൽകണമെന്ന് കമ്മീഷൻ ബന്ധപ്പെട്ടവരോട് കഴിഞ്ഞ സിറ്റിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ പുരോഗതിയില്ലാത്തതിൽ കമ്മീഷൻ അതൃപ്തി അറിയിച്ചു. അടുത്ത സിറ്റിംഗിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. പൈറടുക്കത്തെ സാഹിതിയുടെ പരാതിയിൽ മകന് സ്കോളർഷിപ്പ് ലഭിക്കാത്തത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി മറുപടി നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജില്ലയിൽ പരാതികൾ കുറവാണെന്നും ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ പറഞ്ഞു. ഇന്നിവിടെ കാസർഗോഡ് ജില്ലയിലെ 3ാമത്തെ സിറ്റിംഗ് ആയിരുന്നു. അതിൽ 4 പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികൾ ഒരു പരാതി പോലും പരിഹരിച്ചില്ല. പക്ഷേ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സെക്ഷൻ അസിസ്റ്റന്റ് RC രാഗി സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രം ബ്രഹ്മകലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 35 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠയും അനുബന്ധ ബ്രഹ്മകലശോത്സവവും 29 വരെയാണ് നടക്കുന്നത്. കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. കണിപുര ഗോപാലകൃഷ്ണന് സ്വർണം, വെള്ളി എന്നിവയിൽ പണിത 4.5 കോടി രൂപ ചിലവ് വരുന്ന അലങ്കാര കവചം പ്രത്യേകമായി തയ്യാറാക്കിയ രഥത്തിൽ കുമ്പള ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഘോഷയാത്രയായി പ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിന് സമർപ്പിച്ചു.
ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ಧಾರ್ಮಿಕ സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ವಿವಿಧ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ನಮ್ಮ 24ರವರೆಗೆ ನಡೆಯುವಂಥ ಈ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಹಿಂದೆಂದೂ ಕಾಣದಂಥ ಮುಂದೆಂದೂ ಮರೆಯಲಾರದಂಥ ಒಂದು ಮಹಾ ಉತ್ಸವವಾಗಿ കുമ്പളെ ജനതയ്ക്ക് ഇത് കാണലിಕ್ಕೆ സാധ്യത ഉണ്ടു. 28-ന് രാത്രിയാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ കരിമരുന്ന് പ്രയോഗം നടക്കുക. 29-ന് ഉത്സവത്തിന് സമാപനമാകും. മഹോത്സവത്തിൽ സംബന്ധിക്കുന്ന ഭക്തജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കുമ്പള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മകലശോത്സവത്തിന് നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ധനരാജ്, KCN ന്യൂസ്, കുമ്പള. പടനയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ രാത്രിയിൽ 11 വരെയായി ഏകീകരിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പടനയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പടന്ന മേഖലയിലെ ടർഫുകളിൽ രാത്രികാല കളികൾക്കുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ ഹോട്ടൽ ഒഴിച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി 10 വരെയും ഹോട്ടലുകൾ 11 വരെയുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വെള്ളിയാഴ്ച മുതൽ ഹോട്ടലുകൾ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം രാത്രി 11 വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാവൂ. ടർഫുകളിൽ രാത്രി 7 വരെ 18 വയസ്സിൽ താഴെയുള്ളവർക്കും മുതിർന്നവർക്ക് രാത്രി 11 വരെയും കളികളിൽ ഏർപ്പെടാം. പടന്ന വ്യാപാര ഭവനിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ, വ്യാപാര, മത, സാംസ്കാരിക, സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളുടെ സംയുക്ത യോഗം ചേർന്നെടുത്തതാണ് തീരുമാനം. യോഗത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബുഷറ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ SI N. വിപിൻ, TKM മുഹമ്മദ് റഫീഖ്, UK മുഷ്താഖ്, P. പവിത്രൻ, PN അർഷാദ്, N. മുഹമ്മദ് ഷാഫി, T. ഹാരിസ്, P. റംഷാദ്, PS സലീൽ, KV ഷാജി, EP പ്രകാശൻ, നാസർ പാട്ടില്ലത്ത്, K. സജീഷ്, N. ഷിബു എന്നിവർ സംസാരിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നതുവരെ വെള്ളിയാഴ്ച മുതൽ നടപ്പാക്കുന്ന നിബന്ധനകൾ തുടരാനാണ് തീരുമാനം. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 7 വയസ്സുകാരി തൃക്കരിപ്പൂർ വൾവക്കാട്ടെ മറിയമ്മോളുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി നാട്ടുകാരും പ്രവാസികളും കൈകോർത്തതോടെ വെറും 12 ദിവസം കൊണ്ട് ചികിത്സാ സഹായ സമിതി സ്വരൂപിച്ചത് 61 ലക്ഷത്തിൽ പരം രൂപ. കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഖ്യ സഹായത്താലാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ലക്ഷ്യം നിറവേറ്റാനായത്. 2ാം ക്ലാസ് വിദ്യാർത്ഥി നിയായ മറിയത്തിന്റെ ചികിത്സാ സഹായ സ്വരൂപണത്തിൽ നാടൊന്നായി കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഫെബ്രുവരി 2 മുതൽ പ്രവർത്തനം ആരംഭിച്ച ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തനം വെറും 12 ദിവസം പൂർത്തിയാകും മുൻപ് 50 ലക്ഷം എന്ന ലക്ഷ്യം മറികടന്നു. അതും വിദ്യാർത്ഥിയുടെ വീഡിയോ, ഫോട്ടോ, പോസ്റ്റർ തുടങ്ങിയ പ്രചാരണങ്ങളില്ലാതെയാണ് തുക കണ്ടെത്തിയത്. കൈക്കോട്ടുകടവ് സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് ആദ്യത്തെ 2 ദിവസം കൊണ്ട് സ്വരൂപിച്ചത് 20 ലക്ഷത്തിൽ പരം രൂപയാണ്. തുടർന്ന് ഗൾഫ് നാടുകളിലെയും ഏഷ്യയിലെ മറ്റ് രാഷ്ട്രങ്ങളിലെയും പ്രവാസികൾ, നാട്ടുകാർ തുടങ്ങി സംഘടനകൾ വഴിയല്ലാതെ 64 പേരിലൂടെയാണ് 61,83,000 രൂപ സമാഹരിച്ചത്. മറിയത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ കഴിച്ച് ബാക്കി വരുന്ന 11 ലക്ഷത്തിൽ പരം രൂപ അർബുദ ചികിത്സയ്ക്കായി പൂച്ചോലിലെ യുവതിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക എന്നതാണ്. തീർച്ചയായും കൈക്കോട്ടുകടവിലെ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാലയത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് ഈ കമ്മിറ്റിക്ക് ലഭിച്ചത്. ഏതാണ്ട് 64 പാർട്ടിസിപ്പൻസാണ് ഈ തുക സമാഹരിച്ചത്. സത്താർ വടക്കുംപാട്, S. അഷ്റഫ്, VPP ഷുഹൈബ്, P. ജമാൽ ഹാജി, VN അബ്ദുള്ള, VPM ഷംസുദ്ദീൻ, ഖലീഫ ഉദിനൂർ, MV ഷുഹൈബ്, ആദിൽ കരോളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടിയുള്ള യോഗം മഞ്ചേശ്വരം GWLP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗം മഞ്ചേശ്വരം GLP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും മാർച്ച് 31-ന് മാലിന്യമുക്ത മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു.
യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധ, മെമ്പർമാരായ വിനയ ഭാസ്കർ, മുഷ്റത്ത് ജഹാൻ, ഹാജിറ മൂസ, കുൽസുമ, റുബീന, ജയന്തി, ആദർശ്, രാഘവ, രേഖ, അബ്ദുൾ റഹ്മാൻ, ലക്ഷ്മണ, പഞ്ചായത്ത് സെക്രട്ടറി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 7ാമത് കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് തിരിതെളിഞ്ഞു. പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്യാമ്പസുകളുടെ സർഗാത്മക സാംസ്കാരിക രംഗത്ത് ഇതിനകം ശ്രദ്ധ നേടാൻ കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിക്ക് സാധിച്ചിട്ടുണ്ട്. കേരള സർക്കാർ നൽകിവരുന്ന കലാലയങ്ങൾക്കുള്ള പ്രഥമ ഹരിത പുരസ്കാരം ലഭിച്ചത് സാഹിത്യവേദി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു. സാഹിത്യവേദിയുടെ കാഞ്ഞങ്ങാട് കാവ്യോത്സവം 7ാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടത്തുന്ന കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് പുഷ്പാർച്ചനയോടെ തുടക്കമായി. തുടർന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ എം മുകുന്ദനും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ കെ രാമനാഥനും വിശിഷ്ടാതിഥികളായി. മലയാള നോവലിനും ചെറുകഥയ്ക്കും ആധുനിക ഭാവുകത്വം സംഭാവന ചെയ്ത പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ മഹാകവി പി പുരസ്കാരം സമർപ്പിച്ചു. സാഹിത്യവേദി പൊന്നാറ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകിവരുന്ന ഇത്തവണത്തെ മാമ്പു പുരസ്കാരം ദീപു ജയറാമന് എം മുകുന്ദൻ സമ്മാനിച്ചു. പഴുത്ത ചക്കയുടെ മണം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കവിയും ചിത്രകാരനുമായിരുന്ന ബിജു കാഞ്ഞങ്ങാടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാമ്പസ് കവിതാ പുരസ്കാരവും കുട്ടിക്കവിതാ പുരസ്കാരവും കാവ്യോത്സവത്തിൽ വെച്ച് നൽകി. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ദിനേശൻ ടി, നെഹ്റു കോളേജ് PTA വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, നെഹ്റു കോളേജ് സൂപ്രണ്ട് PK ബാലഗോപാലൻ, സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് വി വിജയകുമാർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പൊന്നാറ് പ്രതിനിധി ഷജന വർഗീസ്, നെഹ്റു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഗോകുൽ രമേശ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഷീജ KP സ്വാഗതവും സാഹിത്യവേദി സെക്രട്ടറി സ്നേഹ MK നന്ദിയും പറഞ്ഞു. അഭിരാജ് നടുവിൽ, ജിത്തു കൊടക്കാട് എന്നിവർ പൊലിച്ചുപാട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ധന്യ കീപ്പേരി കളിയച്ചൻ രംഗാവിഷ്കാരം നടത്തി. കവിത കൂടാതെ നോവൽ, കഥ, വൈജ്ഞാനിക സാഹിത്യം, മാധ്യമം, ചരിത്രം, ചലച്ചിത്രം, വിവിധ കലാ ആവിഷ്കാരങ്ങൾ, ഫോട്ടോ, ചിത്ര പ്രദർശനങ്ങൾ, പുസ്തകമേള എന്നിവ 7ാം പതിപ്പിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക സംഘടനകളുടെ കൂട്ടായ്മ ഡൽഹിയിൽ നടത്തുന്ന ദില്ലി ചലോ കർഷക സമര റാലിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഹോസ്ദുർഗ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക സംഘടനകളുടെ കൂട്ടായ്മ ഡൽഹിയിൽ നടത്തുന്ന ദില്ലി ചലോ കർഷക സമര റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിപാടി സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി ചിത്താരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുത്തലീബ് കുളിയങ്കാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ്, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം, മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം A ഹമീദ് ഹാജി, മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ CK റഹ്മത്തുള്ള, വൈസ് പ്രസിഡന്റുമാരായ തെരുവത്ത് മൂസ ഹാജി, T അന്തുമാൻ, ഹമീദ് ചേരക്കാടത്ത് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സ്വതന്ത്ര കർഷക സംഘം മുനിസിപ്പൽ സെക്രട്ടറി CH ഖാലിദ് പടന്നക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രകടനവും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം അധ്യക്ഷനായി. KV കൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, ഉദനൂർ സുകുമാരൻ, PV തമ്പാൻ, ജലീൽ, ബിജു ഉണ്ണിത്താൻ, P മണിമോഹൻ, U തമ്പാൻ നായർ, VV രമേശൻ, VV പ്രസന്നകുമാരി, കാറ്റാടി കുമാരൻ, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ TK രാജൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ പാർക്കിംഗ്, ഗതാഗതം, ബസ് സ്റ്റോപ്പ് സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ കാസർഗോഡ് നഗരസഭ. 8 ഇടങ്ങളിൽ പുതിയ ബസ് ബേ. ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന് ശനിയാഴ്ച 5 ആണ്ട്. അനുസ്മരണ ദിനത്തിൽ കല്യോട്ട് വിപുലമായ പരിപാടികൾ നടക്കും. പടന്നക്കാട് നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. തോരണങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്.
പൈലങ്ങാടിയിൽ റെയിൽപാളത്തിലേക്കുള്ള വഴിയടച്ചത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥലം സന്ദർശിച്ചു. നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകി. സംസ്ഥാന തലത്തിൽ 2022-23 വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. കാസർഗോഡിന് കൈനിറയെ നേട്ടം. കാസർഗോഡ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സെമിനാർ ശനിയാഴ്ച നടക്കുമെന്ന് കമ്മീഷൻ അംഗം P. റോസ. മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.